എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുവാനാണ് ശ്രമമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ 24 പറഞ്ഞു. കുർബാന തർക്കത്തിൽ അടക്കം ചർച്ചകൾക്ക് ഇനിയും സാധ്യതയുണ്ട്. ആരെയും പുറത്താക്കുകയല്ല, എല്ലാവരെയും ചേർത്ത് നിർത്തുകയാണ് ലക്ഷ്യമെന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായ റാഫേൽ തട്ടിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. പിതാവെ, അജപാല ദൗത്യത്തിലെ ഏറ്റവും സുപ്രധാനമായൊരു നിയോഗമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എനിക്ക് ഇത് സർപ്രൈസ് പോലെയാണ് തോന്നുന്നത്. മെത്രാനാകാൻ എന്നെ വിളിച്ചപ്പോഴും എനിക്കൊരു സർപ്രൈസ് പോലെ തോന്നിയത്. ദൈവം വിളിക്കുമ്പോൾ ദൈവത്തിന് എന്നെക്കുറിച്ച് എന്തോ പദ്ധതിയുണ്ട്. അത് ഒരുപക്ഷെ എൻ്റെ കഴിവ് കൊണ്ട് മാത്രം പൂർത്തിയാക്കേണ്ട ഒരു പദ്ധതിയല്ല. ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഏൽപ്പിക്കാൻ പോകുന്ന ദൗത്യത്തിന് ദൈവം എന്നെ ശക്തിപ്പെടുത്തുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മാത്രമല്ല, എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ആരെയും മാറ്റി നിർത്തുന്നില്ല, ആരെയും മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല, പാടുമില്ല. എല്ലാവരും കൂടെ ഒന്നിച്ച് സഭ പടുത്തുയർത്തുന്ന ഒരു ശൈലിയാണ് എൻ്റെ ആഗ്രഹം. ആ ശൈലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പരിശ്രമിക്കുക. അപ്പോൾ ഒരുപാട് വെല്ലുവിളികളിലൂടെ മുന്നോട്ട് പോകുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ എങ്ങനെയാണ് ആ വെല്ലുവിളികളെ തരണം ചെയ്യാൻ അങ്ങ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയാം, ഓരോ കാലഘട്ടത്തിലും സഭയ്ക്ക് വെല്ലുവിളികളുണ്ട്. വെല്ലുവിളിയില്ലാത്തൊരു കാലഘട്ട സഭയ്ക്ക് ഉണ്ടായിട്ടില്ല. എന്നും പ്രതിസന്ധികളുണ്ടാകും. പക്ഷെ ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കാനായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സഹായം വേണം, എല്ലാവരുടെയും സഹകരണം വേണം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, വെല്ലുവിളികൾ ഒരു നമ്മുടെ അസ്തിത്വം അവസാനിക്കുന്ന അല്ലെങ്കിൽ ഇല്ല, ഒരിക്കലുമല്ല. അതൊരു പുതിയ ശൈലിയിലേക്കോ ഒരു പുതിയ വഴിയിലോട്ടോ ഒക്കെ തിരിയാനാക്കിയുള്ള നമ്മുടെ ഒരു വിളിയുടെ ഭാഗമായിട്ടാണ് ഞാനതിനെ കാണുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കുർബാന തർക്കത്തിൽ ഉൾപ്പെടെ പള്ളിക്കുള്ളിൽ വരെ വിശ്വാസികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതൊക്കെ വളരെ ക്രൈസ്തവ ജീവിതത്തിന് ചേർന്നതല്ല. പക്ഷേ അത് എങ്ങനെയാണ് അതിനെല്ലാം ഒന്ന് ക്രമീകരിക്കാൻ നോക്കുന്നത്? ഇതൊന്നും ഞാനിപ്പോഴേ എനിക്കൊന്നും പറയാനില്ല. ഞാൻ എല്ലാം തീർന്നു കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. എങ്ങനെ തീർക്കും, എങ്ങനെ തീരുമെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കേട്ട് കഴിയുമ്പോൾ അവരുടെയൊക്കെ സഹകരണത്തോടു കൂടെ നമുക്ക് തീർക്കാൻ സാധിക്കും. ആരും സഭയുടെ ശത്രുക്കളല്ല. ഓരോരുത്തർ അവരവരുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആദർശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഈ ആദർശങ്ങളിൽ ആർക്കും പൂർണ്ണ സത്യമില്ല. എല്ലാവരുടെയും പാർഷ്യൽ ട്രൂത്തേ ഉള്ളൂ. ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഭംഗിയാവും ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എളുപ്പമുള്ളതല്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഞാൻ നിരാശനല്ല. എനിക്ക് ഒരുപാട് പ്രത്യാശയുണ്ട്. സാധ്യതകൾ ഇനിയുമുണ്ട്. ഈ ധാരാളമുണ്ട്. ഇപ്പം നടക്കുന്ന പ്രശ്നങ്ങളെക്കാൾ വലുത് ഈ വരാൻ പോകുന്ന സാധ്യതകളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും പുതിയ ദൗത്യത്തിന് എല്ലാ ആശംസയും നേരുന്നു. അലോഷിക്കൊപ്പം എബിൻ ജോസ്, 24 കൊച്ചി.